കൊല്ലം ആനയടിയിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. മരണത്തിലെ ദുരൂഹത നീക്കാൻ അന്വേഷണം വേണമെന്ന ആവശ്യം പോലീസ് അവഗണിച്ചതായി യുവതിയുടെ പിതാവ് മോഹനൻ 24-നോട് പറഞ്ഞു. അന്വേഷണം ശരിയായ രീതിയിലാണ് നടന്നതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഏപ്രിൽ 2 ഉച്ചയ്ക്കാണ് ആനയടിയിലെ വീട്ടിലെ കിടപ്പുമുറിയിൽ സ്വാതിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപവാസികളായ ദമ്പതികളുമായി മകൾക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് പിതാവ് തന്നെ സമ്മതിക്കുന്നു. ഇതിനിടയിൽ മകളെ ദമ്പതികൾ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് സ്വാതിയുടെ പിതാവ് മോഹനന്റെ പരാതി. മൊബൈലിൽ വന്ന മെസ്സേജാണ്, വോയിസ് മെസ്സേജാണ് മരണത്തിന് കാരണം. അത് കണ്ടുപിടിക്കുകയോ ആ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കുക ഞാൻ മൊബൈലിന് വേണ്ടി. അത് കണ്ടില്ല, ആദ്യം പറഞ്ഞ് കണ്ടില്ലെന്ന്, പിന്നെ പറഞ്ഞ് കോടതിയിൽ കെട്ടിവെച്ചത്. അതിനെപ്പറ്റി അന്വേഷിക്കണം. ആത്മഹത്യയ്ക്ക് മുമ്പ് സ്വാതിയുടെ ഫോണിലേക്ക് വന്ന മെസ്സേജ് സംബന്ധിച്ച പരിശോധന വേണമെന്ന കുടുംബം പോലീസിനോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് പരാതി. ശൂരനാട് SHOയ്ക്കും റൂറൽ SP-ക്കും പരാതി നൽകിയെങ്കിലും അന്വേഷണം ഉണ്ടായില്ലെന്നും പിതാവ് പറയുന്നു. എൻ്റെ മോടെ മരണത്തെ സംബന്ധിച്ച് പരാതി ഞാൻ ചക്കുളി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, SP-ക്കും കൊടുത്തിരുന്നു. ഒരന്വേഷണവും ഇല്ലാതെ അവർ ക്യാൻസൽ ചെയ്തതായിട്ട് എനിക്ക് 18/6 റിപ്പോർട്ട് കിട്ടും. നീതി കിട്ടും വരെ നിയമപോരാട്ടം തുടരുമെന്നാണ് പിതാവിന്റെ നിലപാട്. എന്നാൽ സ്വാതിയുടെ അസ്വാഭാവിക മരണത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തിവരുന്നതായാണ് ശൂരനാട് SHO വ്യക്തമാക്കുന്നത്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.